ഒരസുഖം വരുമ്പോ അള്ളാഹ് ദേഷ്യപ്പെട്ടത് കൊണ്ടാ അയാൾക്ക് ക്യാൻസർ വന്നത്, അങ്ങനൊന്നും പറയല്ലേ. അതൊന്നും അല്ല ഇതിന്റെ ഉത്തരം. ഒരപകടം വരുമ്പോ അത് മുമ്പേ നടക്കേണ്ടതായിരുന്നു, ഇതൊന്നും പറയാൻ നമ്മൾ ആരും അല്ലട്ടോ. അമ്പിയ ഇന്ന പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, അള്ളാഹ്ക്ക് തീരുമാനിക്കാൻ കഴിയൂ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് അള്ളാഹു കഫാറത്തായി നാളെ ഖബറിലോ നാളെ മഹ്ശറയിലോ അദാബ് കിട്ടാതിരിക്കാൻ ദുന്യാവെന്ന് അള്ളാഹു ശിക്ഷ കൊടുക്കും. എന്തുകൊണ്ട്? ഉമ്മച്ചി ഉമ്മത്തും മർഹൂമ ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ. എന്റെ ഉമ്മത്തികൾ റഹ്മത്ത് ചെയ്യപ്പെട്ട ഉമ്മത്തികളാ. അവര് ചെയ്ത തെറ്റിന് ദുന്യാവിലൊരു പരീക്ഷണം അവർക്ക് വന്നാൽ നാളെ ആ തെറ്റിന് അള്ളാഹു അവിടെ ശിക്ഷിക്കൂല. നോക്കണം, നമ്മളെന്താ പറയാ? അങ്ങനെ കിട്ടേണ്ടത് തന്നെ. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ആർക്ക് രോഗം വരുന്നത് ശത്രുവിനാണെങ്കിൽ പോലും ഒരുപക്ഷെ അയാൾ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയും നമ്മൾ വലിയ അഹങ്കാരം കൊണ്ട് വലിയ ആളാന്ന് വിചാരിച്ച് നടന്നതിന്റെ പേരിൽ നമ്മളോട് അള്ളാഹു കോപിച്ചിരിക്കുകയുമാണെങ്കിൽ നമ്മൾ പരാജയപ്പെടും, അവര് രക്ഷപ്പെടുന്നതാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഒരാൾക്കും സംഭവിച്ച മുസീബത്ത് നീ കണ്ടുകൊണ്ട് സന്തോഷിക്കരുത്. ഇമ്മ അൻ യുആഫിയഹുല്ലാഹ് വയബ്തലീക്. ഒരാൾ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കാൻ, മദ്യപിച്ചു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെമ്മാടിത്തരത്തിൽ ചെന്നുപോയി പെട്ടു, ഒരു റോങ് ഗ്യാങ്ങിന്റെ ഉള്ളിൽ പെട്ടു, അവൻ അങ്ങ് നശിച്ചു എന്ന് വിചാരിക്കാൻ. ലാ തുദ്ഹിരി ശമാത, അത് കണ്ടുകൊണ്ട് നീ സന്തോഷിക്കരുത്. അയൽപക്കക്കാരനായ വീട്ടിലെ കുട്ടി ലഹരിക്കടിമയായി അവന്റെ വീട്ടുകാര് മുഴുവനും അവനെ കൈയൊഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാണുമ്പോ, കണ്ടില്ലേ എന്റെ മക്കൾ എന്താ, അവന്റെ മക്കളുടെ അവസ്ഥ നോക്ക് എന്ന് നീ പറയല്ലേ. പുണ്യനബി തങ്ങൾ പറയാ, ഇമ്മ അൻ യുആഫിയഹുല്ലാഹ്, ആ കുട്ടിക്ക് അല്ലാഹു ശിഫ കൊടുക്കും, ആ വീട്ടുകാർക്ക് അല്ലാഹു ആശ്വാസം കൊടുക്കും. ആ വീട്ടുകാരനെ കുട്ടിക്കുണ്ടായ ഏതു പ്രയാസം കണ്ടുകൊണ്ടാണോ നീ സന്തോഷിച്ചിരുന്നത്, ആ പ്രയാസം നിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആര് പറഞ്ഞു? നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അറിവുകളിൽ നമ്മൾ അറിയേണ്ട വലിയൊരു അറിവാണ്. ഇത് നമ്മൾ അറിയാതെ പോകരുത്. നമ്മൾ ആരുടെ പരാജയം കണ്ടുകൊണ്ട് സന്തോഷിക്കരുത്. ആ മനുഷ്യൻ വിജയിച്ചു മുന്നേറുകയും ഈ സന്തോഷിച്ച് കൈയടിച്ച നിങ്ങൾക്ക് ആ പരീക്ഷണം അല്ലാഹു തിരിച്ചു തന്നുകൊണ്ട് പരീക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് നമ്മുടെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോഴേ നമ്മൾ പറയേണ്ടത് എന്താ? അല്ലാഹുവേ, നീ നിന്റെ ദേഷ്യം കൊണ്ട് എനിക്ക് അസുഖം തന്നതാവരുത് റബ്ബേ. പരീക്ഷണമായിക്കോട്ടെ. അമ്പിയാക്കളൊക്കെ പരീക്ഷിക്കപ്പെട്ടില്ലയോ? അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടില്ലേ? മുസ്തഫ നബി തങ്ങൾ പരീക്ഷിക്കപ്പെട്ടില്ല. അമ്പിയാക്കളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ച നബി നമ്മുടെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റസൂലിനോളം പ്രയാസം അനുഭവിച്ച ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. ഫൽ അംസലു ഫൽ അംസൽ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു കാറ്റഗറിയോട് ചേർന്ന് വരുന്ന ആളുകൾ അതിന്റെ തൊട്ടുതാഴെ. അങ്ങനെ പിറകോട്ട് ഏറ്റവും മുമ്പിൽ പ്രയാസം കൂടുതൽ അനുഭവിച്ചതാരാ? നമ്മുടെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയാൻ പറ്റുമോ ആ പ്രയാസം അനുഭവിച്ചത് കുരുത്തക്കേടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പാടില്ലെന്നാണ്.